ബാക്ടീരിയകൾ അല്ലെങ്കിൽ സൂക്ഷ്മാണുക്കൾ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് ശരീരത്തിൽ രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളെ കുറിച്ചാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ, പ്രത്യേകിച്ച് നമ്മുടെ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ചില സൂക്ഷ്മാണുക്കളുണ്ട്. അവയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. അവ ബാക്ടീരിയയോ ഫംഗസോ അല്ലെങ്കിൽ വൈറസുകളോ ആവാം. അത് നമ്മുടെ ശരീരത്തിൻ്റെ ദഹന വ്യവസ്ഥയെ പരിപാലിക്കുകയും ദഹനത്തെ സഹായിക്കുകയും ശരിയായി ദഹിച്ച ആഹാരത്തെ ആഗിരണം ചെയ്യാൻ സഹായിക്കുകയും അതിലൂടെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ബാക്ടീരിയകളാണ്. ഇവയാണ് നമ്മൾ ഗട്ട് ഫ്ലോറ എന്ന് വിളിക്കുന്നത്. ഇവയുടെ നാശം നമ്മുടെ ദഹന വ്യവസ്ഥയെ തകരാറിലാക്കുന്നു. അതുമൂലം ദഹനം ശരിയായ രീതിയിൽ നടക്കാതിരിക്കുക, വയറ് വീർപ്പ്, വയറ്റിൽ വായു കെട്ടി നിൽക്കുക എന്നീ ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഈ ബാക്ടീരിയകളുടെ നാശത്തിന് കാരണമാവുന്നത് നമ്മളുടെ അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങളാണ്. നമ്മൾ പുറമേ നിന്നുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നത്, അതുപോലെ തന്നെ ധാരാളം പഞ്ചസാരയും ഉപ്പും അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, പാക്കറ്റിൽ വരുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, ആൻറ്റിബയോട്ടിക്കുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമോ അല്ലാതെയോ അമിതമായി ഉപയോഗിക്കുന്നത്, മാനസിക സമ്മർദ്ദം, മദ്യപാനം, ഉറക്കമില്ലായ്മ എന്നിവയെല്ലാം ഇതിൻ്റെ നാശത്തിന് കാരണമാകാറുണ്ട്. ഇതിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളെ നമ്മൾ പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ എന്നാണ് പറയുന്നത്. അതിൽ പ്രധാനമായിട്ടും ഉള്ളത് തൈര് അല്ലെങ്കിൽ യോഗട്ട് എന്നിവയാണ്. നാരുകൾ ധാരാളം അടങ്ങിയ ഭക്ഷണം, ഓട്സ്, പഴങ്ങൾ, പച്ചക്കറികൾ എന്നിവയുടെ ഉപയോഗം മൂലം ഈ ഗട്ട് ഫ്ലോറയെ നമുക്ക് സംരക്ഷിക്കാം.